എന്തൊക്കെയുണ്ടടി വിശേഷം? നീ ആദ്യം കറങ്ങാതെ നേരെ നിന്ന് ചോദിക്കും. അതിന് ഞാനല്ല ഇറങ്ങുന്ന, നീ അതല്ല ഇറങ്ങിയിരിക്കുന്ന. എത്ര നാളായിടി കണ്ടിട്ട്? വീട്ടിരുന്നങ്ങ് വെളുത്തല്ലോ. കണ്ടിട്ട് എത്ര നാളായിടി? ഇവിടെ അങ്ങും ആരും വന്നില്ല. ഞാൻ എല്ലാരും കാണുന്നും പറഞ്ഞ് സന്തോഷിച്ചോടി വന്നായിരുന്നു. എനിക്കിഷ്ടം ഓൺലൈൻ ക്ലാസ്. അതാകുമ്പോ രാവിലെ എഴുന്നേക്കും വേണ്ട, കുളിക്കും വേണ്ട, പല്ലുണ്ടാക്കണ്ട. ഇഷ്ടമുണ്ടേ ക്ലാസ് കണ്ടാ മതി. എന്തു സുഖായിരുന്നു. പറച്ചിലേട്ടാത്തന്ന് നീ ഇതൊക്കെ മുമ്പേ ചെയ്യുമായിരുന്നെന്ന്. ഒന്ന് പോടി അവിടുന്ന്. എനിക്കിഷ്ടം ഇതൊക്കെ തന്നെ. അതാകുമ്പോ ഓൺലൈൻ ക്ലാസ് എന്നും പറഞ്ഞു ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കാലോ. പിന്നെ ഇടയ്ക്കിടക്ക് അടുക്കള പോയി ഫുഡൊക്കെ അടിച്ചാടി പോളി പരമ സുഖമായിരുന്നു. അല്ല, നിന്റെ വിരലിനെന്തോ പറ്റിയോടി? ഒന്നും പറയണ്ടടി. ഫോൺ തൊലി പോയതാടി. ആശപ്പൊട്ടി, നിന്റെ വീട്ടിലെ വിശേഷമൊക്കെ ഒന്ന് പറയടി. ഓ, എന്റെ വീട്ടിലെ എന്തോ വിശേഷം. എന്റെ വീട്ടിലൊരു അമ്മൂമ്മ ഉണ്ടല്ലോ. അമ്മൂമ്മ, നീ മുന്നേ ക്ലാസ്സിൽ നിന്ന് ലീവ് എടുത്ത അമ്മൂമ്മ മരിച്ചെന്നും പറഞ്ഞോണ്ടല്ലായിരുന്നു? അപ്പൊ ശരിക്കും മരിച്ചില്ലേ? എടി, അതൊന്നും ഞാൻ ക്ലാസ്സിൽ കയറാതിരിക്കാൻ അടവ് കാണിച്ചാലേടി. ഓ, അപ്പ ഇപ്പ മരിച്ചോ? അല്ലടി, എന്റെ അമ്മൂമ്മ ഇപ്പൊ അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പറയും. അതെങ്ങനെ? എന്റെ ഓൺലൈൻ ക്ലാസ് അമ്മൂമ്മ ടീച്ചർ വിചാരിക്കും ഞാനാണ്. നമ്മള് ക്യാമറോണാക്കുന്നില്ലല്ലോ. അത് പൊളിച്ച്. എനിക്കാണെ വിശന്നിട്ട് വയ്യ. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. നീ എന്താ കഴിച്ചടി? ഓ, ഞാനോ ബ്രെഡ് നൂഡിൽസ്, പിന്നെ മമ്മിയുടെ കയ്യിൽ നിന്ന് 2 ഓംലെറ്റും കൂടി. വയറ് ഫുള്ളായി. അയ്യാടി, നീ ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്ന് കഞ്ഞി കുടിക്കുന്ന ഉണ്ടാക്കുന്നു. എന്നിട്ടാളങ്ങ് തള്ളി മറിക്കുന്നത്. ഓ, അപ്പൊ നിനക്ക് ക്ലാസ്സിലല്ലേ ശ്രദ്ധ? എന്റെ വീട്ടിൽ അടുക്കളയിലല്ലേ? അതാ പോട്ട്. നിന്റെ ഓൺലൈൻ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നടി? ഈസി ആയിരുന്നോ? ഓ, ഒന്നും പറയണ്ടടി. ഒരബദ്ധം പറ്റിപ്പോയി. അറിയാതെ ക്യാമറ ഓണാക്കി വെച്ചിട്ട് കോപ്പി അടിച്ചെഴുതുന്ന ടീച്ചർ കണ്ടുപിടിച്ചടി. മാറിപ്പോയി. ഏതായാലും ഞാൻ എക്സാം എഴുതാഞ്ഞോണ്ട് രക്ഷപ്പെട്ട്. എടി, നിന്റെ വീട് ഏത് കാട്ടിലാടി? ടീച്ചർ എപ്പോൾ വിളിച്ചാലും റേഞ്ച് ഇല്ലെന്നാണല്ലോ പറയുന്നേ. അത് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ എന്തേലും പറഞ്ഞാലല്ലേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂ. എങ്ങനുണ്ട് എന്റെ ബുദ്ധി? അതുപോലെ തന്നെ നീ ഇങ്ങനെ അവൾക്ക് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്ന എന്തിനാ? ഇടയ്ക്കൊക്കെ ഒന്ന് അൺമ്യൂട്ട് ആക്കി കൂടെ? അതിന് എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും മ്യൂട്ട് ആയാലല്ലേ എനിക്ക് അൺമ്യൂട്ട് ആക്കി എല്ലാം പറയാൻ പറ്റൂ. ആ എടി, പിന്നെ ഞാൻ വെക്കേഷന് ടൂർ പോയിരുന്നടി. ആണോ? ആ, നിനക്കോടെ പോകാനാ ഇഷ്ടം? എനിക്ക് അമേരിക്ക. എന്താണ് അമേരിക്ക? അമേരിക്ക ആണോ? എന്നാ അവളതിന്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ. ഓ, പെട്ടി. അയ്യേ, നിന്നെ പറ്റിച്ച്. എനിക്ക് കൊല്ലാണ് ഇഷ്ടം. എന്നാ ഞാൻ വേറെ ചോദ്യം ചോദിക്കാം. നീ ആരടി? ഓടി. How many miles to Munnar? No miles, only elephant was best. പാടി നമുക്ക് സ്നാക്സ് കഴിക്കാം. അതേലും നടക്കട്ടെ. ശരിയാ. എന്റെ അമ്മ കൂട്ടെ. എനിക്ക് ഇടത്താടി തരാം. പക്ഷെ നിന്റെ അമ്മ എനിക്ക് ഇവിടെ തരണം. അത് ഞാൻ ആലോചിക്കട്ടെ. ആ, ഇന്നാ ഇനി നീതാ. അത് വേണടി. തന്നെ അത് പറ്റൂല. നിനക്ക് എത്ര നിർബന്ധമാണ് ഞാൻ തരാം. അതൊന്നും പാടി. എന്തിനാടി എന്നെ അടിച്ചേ? നീ എല്ലാം അറിഞ്ഞ അമ്മ എന്നത് നിനക്കും വേണോന്ന്. ഇതാ എനിക്ക് തന്നത്. ഹലോ. ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ ടീച്ചർ ഇന്ന് ലീവ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. ആരും സന്തോഷിക്കേണ്ട. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഓൺ ആക്കി വെക്കുക. ടീച്ചർ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഞാൻ വീട്ടിൽ പോണ്. എന്തിന്? എടി, എന്റെ ഓൺലൈൻ ക്ലാസ് അമ്മൂമ്മയല്ലേ കാണുന്ന. ടീച്ചർ വിചാരിക്കും ഞാനത്. നമ്മള് ക്യാമറ ഓൺ ആക്കുന്നില്ലല്ലോ. മോനെ പറ. എടി ഭയങ്കര